ഹലോ, എൻ്റെ ഒരു ഫ്രണ്ട് സൗദിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവനൊരു ഡൗട്ട് ഇങ്ങനെ ചോദിച്ചു, വിശ്വട്ടാ ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൈസ അയക്കാൻ, നമുക്ക് ഗൂഗിൾ പേ ഒന്നും വർക്കാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് ഒരു വഴിയുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നാട്ടിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്ക് ആപ്പുകളിലും അല്ലെങ്കിൽ പേയ്മെൻറ്റ് ആപ്പിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സിമ്മിൽ നമ്മളൊരു ഇത് ചെയ്യാം, റോമിങ് പാക്ക് ചെയ്യാം. അത് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 1000 രൂപയുടെ ചിലവേ ഉള്ളൂ. അതിപ്പോൾ ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏതാ നിങ്ങൾ സർവീസ് പ്രൊവൈഡർ യൂസ് ചെയ്യുന്ന അതിൻ്റെ റോമിങ് പാക്ക് ചെയ്യാം. ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അത് ചെയ്തിട്ട് കൊണ്ടുവരിക. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, കുറച്ച് ടോപ്പ് അതിൽ ചെയ്ത് വയ്ക്കുക, ഒരു 100 രൂപയോ 200 രൂപയോ ചെയ്ത് വയ്ക്കുക. പിന്നെ ഡൊമസ്റ്റിക് പാക്ക് പിന്നെ അത് ഓരോ മാസം എത്ര മാസത്തേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ആ സിം എടുത്തിട്ട് വരിക. അങ്ങനെ ആ സിം എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ ആ സിം ഏത് ഫോണിലാണ് ഒട്ടിക്കുന്നത്, പരമാവധി ആ ഫോണിൽ നിന്ന് ആ സിം ഊരാതെ നോക്കുക. ഊരിയാലും പ്രശ്നമില്ല, നമ്മൾ റോമിങ് ബാക്ക് ഇട്ടുകൊണ്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഓഫീസിൽ മീൻസ് ഇവിടെ ജോലി കിട്ടി പ്ലേസായി വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് എന്തായാലും ഒരു സൗദിയത്തെ ലോക്കൽ അക്കൗണ്ട് എടുത്ത് തരും. അപ്പോൾ അതിന്ന് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോലത്തെ ഏതെങ്കിലും വാലറ്റ് യൂസ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ചെയ്യുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ പോലത്തെ തേർഡ് പാർട്ടി എന്താ പറയുക മണി ട്രാൻസ്ഫറിങ് എക്സ്ചേഞ്ചുകളുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷേ അതിലൊക്കെ സർവീസ് ചാർജുകളുണ്ട്. ഒരു 15 റിയാൽ 20 റിയാലൊക്കെ സർവീസ് ചാർജ് വരും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്കുക. എന്നിട്ട് അതിനുശേഷം അച്ഛനോ അമ്മയ്ക്കോ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയ്ക്കോ ഒക്കെ നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്ന് സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് അയക്കുന്ന പോലെ സുഖമായി അയക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിച്ചു, അതുകൊണ്ടൊരു വീഡിയോ ചെയ്തതാണ്. കുറേ പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിലും. അപ്പോൾ ചുമ്മാ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ടാറ്റ.